പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 66-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ഏഞ്ചൽ താര എന്നൊരു മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ഏഞ്ചൽ താര ആൻറ്റോ. ഞാൻ വരുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ സെയിൻറ്റ് ജോസഫ്സ് ഫൊറൈൻ ചർച്ച് കൊടകരയിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും റെഫർ ചെയ്യാറുള്ള ഒരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മകൾക്ക് മരിയൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ണീരിൻ്റെ ഒരു വരം കിട്ടി. അതായത് ഉടമ്പടിക്ക് മുമ്പ് നമ്മുടെ വിശുദ്ധ കുർബാനയിലാണെങ്കിലും വചന വായനയിലാണെങ്കിലും ദൈവസ്നേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഫീലിംഗ് ഒന്നും ഇല്ലാതിരുന്ന മകൾക്ക് മരിയൻ ഉടമ്പടിക്ക് ശേഷം മകൾ പറയുന്നുണ്ട്, വലിയ ആഴ്ചകൾ വന്നപ്പോൾ, കഴിഞ്ഞ വലിയ ആഴ്ചയിൽ ദുഃഖ വെള്ളിയാഴ്ച പീഡാനുഭവ ചരിത്രം വായിച്ചു. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നതില്ല. ഞാൻ ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ ഭാഗം വന്നപ്പോൾ ഞാൻ ഈശോയെ എന്ന് പറഞ്ഞ അങ്ങോട്ട് കരയാണ്. അതായത് ഞാൻ എൻ്റെ മുന്നിൽ ഈശോ നിന്ന് കരയുന്നതായിട്ട്, ഈശോ കുരിശിൽ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ട് ഞാൻ നിന്നങ്ങോട്ട് കരയാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന അനുഭവങ്ങളായിരുന്നു. അത് കണ്ണീരിൻ്റെ വരമാണ്, ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ ഒരു വരമാണത്, കണ്ണീരിൻ്റെ വരം. അതായത് ആരെങ്കിലും വലിയ ദൈവസ്നേഹത്തിൻ്റെ ദൈവാനുഭവങ്ങൾ, നമ്മുടെ ദൈവാനുഭവം ആയിരിക്കത്തില്ല, പക്ഷേ മറ്റുള്ളവർ ദൈവം സന്ധിച്ച ആ വിഷയം കേൾക്കുമ്പോൾ നമുക്ക് കണ്ണുനീര് വരും. നിങ്ങളിൽ പലരും കൃപാസനത്തിൽ നടന്നിട്ടുള്ള ഈ മരിയൻ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ച് നമുക്ക് കിട്ടിയ മരിയൻ ഉടമ്പടിയുടെ വലിയ ദൈവാനുഭവങ്ങൾ കേട്ടുകൊണ്ട് ഒത്തിരി മക്കൾ ഈ സാക്ഷ്യങ്ങൾ കേട്ട് കരയുന്ന മക്കളുണ്ടാവും. കാരണം അത്രമാത്രമാണ് സീറോ മൈനസിൽ നിന്ന് ഉള്ള മക്കളെ ദൈവമാതാവ് യാതൊരു മെറിറ്റ് നോക്കാതെ സന്ധിച്ച് അവരെ സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തും. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇത് യാദൃശ്ചികമായിട്ട് പറഞ്ഞതാണ്. ഇന്ന് ഈ ഒരു മകളുടെ സാക്ഷ്യം ഞാൻ ഈ ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയിൽ എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം, നമ്മുടെ യൂത്തൊക്കെ, നമ്മുടെ ഒരു രാഷ്ട്രത്തിൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ യുവജനതയാണ്. അപ്പോൾ ഈ യുവജനത ഒത്തിരിയേറെ മക്കൾ, നല്ല കാലിബറുള്ള, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മക്കളൊക്കെ ഇന്ന് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് കരിയർ തകർന്നിരിക്കുന്ന മക്കൾ ഇത് ഈ എപ്പിസോഡ് കണ്ടിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കരിയർ എന്ത് എന്ന് അറിയാതെ ഒന്ന് പകച്ച് നിൽക്കുന്ന മക്കൾ, മുന്നോട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ലാത്ത മക്കൾ കണ്ടിരിക്കേണ്ട സാക്ഷ്യമാണ് ഏഞ്ചൽ താരയുടെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ക്ലിക്ക് ചെയ്ത് മുഴുവൻ കാണണം. ഈ സാക്ഷ്യം ഈ മകൾ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്. MSc കെമിസ്ട്രി സ്റ്റുഡൻ്റാണ്. ആ മകളുടെ ഒരു തീസിസ് സബ്മിഷനുമായിട്ട്, അതുമല്ലെങ്കിൽ അവസാനത്തെ സെമ്മിലെ റിക്വയർമെൻറ്റ്സ് തീർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു സമയത്താണ് ഈ മകളൊരു ദേവാലയത്തിലൂടെ ചെന്ന് കുമ്പസാരിക്കുന്നു. കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ദിവ്യകാരുണ്യ തിരുസന്നിധിയിലിരിക്കുന്ന സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് തന്നെയാണ് ആ മകളെ ഉടമ്പടിയിലേക്ക് ക്ഷണിക്കുന്നത്. എന്തിനാണ് കൃപാസനത്തെ പറ്റി ആഴത്തിൽ അറിയാത്ത ഈ ഏഞ്ചൽ താരയെ ദൈവമാതാവ് നേരിട്ട് ഒരു ക്ഷണക്കത്ത് നൽകുന്നത് പോലെയാണ് ഈ കുമ്പസാരിച്ച് പാവങ്ങളൊക്കെ മോചനം കിട്ടി വളരെ വിശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടിയിട്ട് ദിവ്യകാരുണ്യ തിരുസന്നിധിയിലായിരിക്കുമ്പോഴാണ് ഈ മകൾക്ക് ഒരു കോളിംഗ് കിട്ടുന്നത്. ഇത് കൃപാസനം പ്രത്യക്ഷീകരണവുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ കൃപാസനത്തിൽ നടന്നിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവും ദിവ്യകാരുണ്യ ആരാധന മധ്യയാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കൾ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, ഒരു സാധ്യത, ഇനി നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു സാധ്യത ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ നിർബന്ധിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സമീപത്തും അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അടുത്തൊക്കെ നിത്യാരാധന ചാപ്പലുണ്ടെങ്കിൽ
ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ ഒരു കൂട്ടുപിടിച്ച് നിങ്ങൾ ദിവികാരുടെ തിരുസന്നിധിയിലായിരുന്നാൽ തീർച്ചയായിട്ടും അമ്മ ബോധോജ്ഞാനത്തിൻ്റെ സിംഹാസനമായ ദൈവമാതാവ് ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ ദൈവിക പദ്ധതികൾ, നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ വെളിപ്പെടുത്തി തരും. അത് ദിവികാരുടെ തിരുസന്നിധിയിൽ മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തികളിലൂടെ ആയിരിക്കാം. പക്ഷേ നിങ്ങളത് അതിൻ്റെ ഒരു കൺഫർമേഷൻ എടുക്കണം. വചനത്തിലൂടെയാണെന്നുണ്ടെങ്കിലും മറ്റ് ദൈവിക സന്ദേശങ്ങളിലൂടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു തോട്ട് അത് ദൈവികമാണോ എന്ന് പുനഃപരിശോധന ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ മകൾക്ക് ഫസ്റ്റ് തോട്ട് കിട്ടിയത് പ്രകാരമാണ്. എന്താണ്? അതെ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ എൻ്റെ വിഷയത്തിനെല്ലാം പരിഹാരമാകും. അങ്ങനെയാണ് ഈ മകള് ഒന്ന് ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പടിയിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഈ മകൾ പറയുന്നുണ്ട് കൃപാസനത്തിനോട് വന്നപ്പോൾ 2 കാര്യങ്ങൾ. ഈ മകൾ വൃത്തിയായിട്ട് ഉടമ്പടി ഒന്നും ചെയ്തില്ല 90 ദിവസം. രണ്ടാമത്തെ കാര്യം, ഈ മകൾ ആദ്യം തന്നെ മനസ്സിലൊരു തോട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഉടമ്പടിയൊക്കെ എടുക്കാൻ വരുന്നതിന് കുറേ നാൾ മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ മാതാവിനെ നോക്കിയൊരു ഡയലോഗ് അടിച്ചിരുന്നു, ഞാൻ സാക്ഷ്യം പറയാൻ വരില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത്. കാരണം എനിക്കിവിടെ വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭയങ്കര ക്യൂ, ഭയങ്കര തിരക്ക്, അങ്ങനെയായിരുന്നു. പല മക്കളുടെയും ആഴമായിട്ടൊരു അറിവില്ലായ്മയാണ് ആ മകൾക്ക് അങ്ങനെ ഒരു ചിന്ത ആ സമയം തോന്നിപ്പിച്ചത്. ഞാൻ സാക്ഷ്യം പറയില്ല, ഇങ്ങനെയൊക്കെ ഒരു ഉടമ്പടിയിലായോ എന്ന് ചോദിച്ചാൽ ആയി എന്നുള്ളൊരു പേരിന് വേണ്ടി മാത്രമാണ് ഉടമ്പടിയിലേക്ക് വന്നത്. പക്ഷേ ഉടമ്പടി ഈ മകളെ പുതുക്കുന്നതിലൂടെയാണ് മകൾ ആഴമായ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഞാനാണ് ഇവിടെ ഉടമ്പടി ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൗണ്ടറിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിനെ ഞാൻ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ 100 പേര് വന്നാൽ 10 പേർക്കുള്ളൂ ഞാൻ ഉടമ്പടി ഫോം കൊടുക്കുകയുള്ളൂ. കാരണം ഈ 90 പേരും ഉടമ്പടി എടുക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. കാരണം നമുക്കറിയാം, പരമ പരിശുദ്ധനായ ദൈവവുമായിട്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. അത് നമുക്ക് മെറിറ്റില്ലാത്തതുകൊണ്ടാണ് പരിശുദ്ധ അമ്മേനെ ഒരു ജാമ്യക്കാരിയായിട്ട് വെച്ചിരിക്കുന്നത്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ പറയുന്ന പോലെ ചെയ്താൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എന്ന് പറയുന്നത് അപ്രതിരോധ്യമായ മധ്യസ്ഥമാണ്. അത് ദൈവത്തിന് എഴുതി തള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മകള് പറയുന്നുണ്ട്, അതായത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണത്, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അതായത് മരിയൻ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം അതാണ്. അതായത് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നമ്മൾ തീരുമാനം എടുക്കണം. ഈ മകള് ഉടമ്പടി പുതുക്കി എന്ന് ആ തീരുമാനമെടുത്തുവോ അന്ന് മുതൽ വലിയ ദൈവിക ഇടപെടലുകൾ ഈ മകളുടെ ജീവിതത്തിലുണ്ടായി. അതാണ് ഞാൻ പറയുന്നത്. ഈ സാക്ഷ്യം വിശകലനം ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, കരിയർ തകർന്നിരിക്കുന്നവർ കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ് കഴിഞ്ഞതെങ്കിൽ ഇപ്പോൾ ഈ 66-ാം എപ്പിസോഡ് കരിയറിൽ മുന്നോട്ട് പോകാൻ പകച്ചു നിൽക്കുന്ന മക്കൾ കാണേണ്ട ഒരു സാക്ഷ്യം. ഉടമ്പടി എടുത്തപ്പോൾ ഈ മകളുടെ ഉള്ളിൽ ദൈവം ഒരു ചിന്ത കൊടുക്കുകയാണ്. അത് ഉടമ്പടിയുടെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ഫീച്ചറാണ്. ദൈവം ഈ വ്യക്തിയോട് 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം പറയും പോലെ, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അങ്ങനെ ഈ മകൾക്ക് ആ ദൈവിക ചിന്ത ദൈവപിതാവ് കൊടുക്കുകയാണ്. ഗേറ്റ് ആൻഡ് നെറ്റ് എക്സാം എഴുതണം. അപ്പോൾ ഈ ചിന്ത കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ മകളുടെ പ്ലാൻ എന്ന് പറയുന്നത് MSc കെമിസ്ട്രി കഴിയുമ്പോൾ എനിക്ക് US PhDക്ക് പോകണം, അപ്ലൈ ചെയ്യണം, അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം. വിത്തിൻ 1 ഇയർ എനിക്ക് പോകാൻ പറ്റണം. ബിക്കോസ് എനിക്ക് നല്ല ഗ്രേഡ്സും എൻ്റെ അക്കാഡമിക് സ്കോറൊക്കെ വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഒരു അഹങ്കാരം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പേപ്പേഴ്സ് ഈ മകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മകൾ അറിയുന്നത് SSLC സർട്ടിഫിക്കറ്റിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അത് കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കറിയാം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആധാർ മുതൽ എല്ലാ ഡോക്യുമെൻറ്റ്സും വൺസ് ഇതെല്ലാം സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു നൂലാമാലയിൽ പെട്ടിരിക്കുന്ന സമയത്താണ് ഈ മകൾ അന്വേഷിച്ച് പറഞ്ഞത് മിനിമം 1 ഇയർ എങ്കിലും ഇതെല്ലാം തിരുത്തിയെടുക്കാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മകൾ ആത്മാർത്ഥമായിട്ട് ഒരു ഉടമ്പടി സാക്ഷ്യ ജീവിതത്തിലേക്ക്, മറ്റുള്ളവരിലേക്ക് താൻ അറിഞ്ഞ ക്രിസ്തുവിനെ കൈമാറാൻ തുടങ്ങിയപ്പോൾ ആ മകളുടെ വിഷയം ദൈവത്തിൻ്റെ വിഷയമായി മാറി. നമ്മളിൽ പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത്, മരിയൻ ഉടമ്പടിയിൽ വലിയ നിയോഗങ്ങൾ, താങ്ങാനാവാത്ത നിയോഗങ്ങളൊക്കെ നമ്മൾ ഡംപ് ചെയ്ത് വെക്കും. പക്ഷേ ദൈവത്തിൻ്റെ കാര്യം നമ്മൾ ചെയ്യില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറയാറുണ്ട്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ വ്യാപൃതരായ
തീർച്ചയായിട്ടും നിങ്ങൾ നിയോഗങ്ങൾ മറന്ന് ദൈവത്തിൻ്റെ വിഷയമാക്കി നിങ്ങൾ എഴുതിയിരിക്കുന്ന ഉടമ്പടി നിയോഗങ്ങളെ മാറ്റാൻ പറ്റും. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ മാനുഷികമായിട്ടുള്ള ആലോചനയ്ക്ക് ചിന്തയ്ക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ആരുമല്ലെന്നുള്ളത് നമുക്കറിയാം. അത് ദൈവം നേരിട്ട് ഇടപെട്ടാൽ സമയ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടത്താൻ കഴിയും. അപ്പം അതുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറ്, നിങ്ങൾ മരിയൻ ഉടമ്പടിയിൽ വൺസ് നിയോഗങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ നിയോഗങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ദൈവവേലയ്ക്കായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങണമെന്ന്. ഈ മകള് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ മകളുടെ ഉടമ്പടി കത്താൻ തുടങ്ങിയത്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, അതായത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടും ഈ മകളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. പക്ഷേ ഈ മകൾ മറ്റേ തീരുമാനം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അതായത് ഗേറ്റ് ആൻഡ് നെറ്റ് എക്സാംസ് എഴുതുക എന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മകൾ പറയുന്നുണ്ട്, ഒരുപാട് സഹന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അനിയൻ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു വിഷയം വരെ വരുന്നുണ്ട്. അപ്പോഴും ഈ മകൾ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം എനിക്ക് മനസ്സിലായ ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ വെല്ലുവിളിക്കാൻ ഞാനില്ല, എനിക്കാവില്ല, അതിനുള്ള ശക്തിയൊന്നും എനിക്കില്ല. ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാടാ, ആ ഈശോനെ വെല്ലുവിളിക്കാനൊന്നും നമ്മളായിട്ടില്ല. പക്ഷേ ഈ മകള് അനിയനോട് ചേർന്ന് ഇതുപോലെ ഒരു തൻ്റേതായൊരു നിലപാട് അറിയിക്കാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഈ മകൾ പറയുന്നുണ്ട്. കാരണം ഈ മകൾക്ക് ശക്തമായ ഭാഷയിൽ അന്ന് പറയാൻ പറ്റിയില്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്നാലും ഈ മകള് ഉടമ്പടിയിൽ തന്നെ ദൈവത്തോട് സോറിയൊക്കെ പറഞ്ഞു, അനിയൻ അങ്ങനെ പറഞ്ഞല്ലോ, അത് എൻ്റെയും കൂടി തെറ്റാണ്, ഞാനതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകൾ ഉടമ്പടിയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഗേറ്റിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. മരിയൻ ഉടമ്പടി ഉപ്പുമായിട്ട് എക്സാമിന് പോയി. ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രയോഗിച്ചുകൊണ്ട് എഴുതാൻ പോയ എക്സാമിന് ഈ മകൾക്ക് ഒരു 200 റാങ്ക് ഈ മകൾക്ക് ദൈവപിതാവ് കൊടുത്തു. അങ്ങനെ ഈ മകൾ ഒരു വാക്ക് ഈ സാക്ഷ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, വാതിലുകൾ മൊത്തം അടഞ്ഞു കിടന്ന എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വാതിലുകളാണ് ഒറ്റയടിക്ക് തുറന്നു കിട്ടിയത്. ഇനി ഈ മകൾക്ക് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു കാലമാണ്. 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി ഓപ്റ്റ് ചെയ്യാം, 2 PhD അഡ്മിഷൻ എടുക്കാം. ഈ മകളുടെ മനസ്സിൽ ദൈവം തോന്നിച്ചത് ആദ്യം ഏതിനാണ് കോൾ ഫോർ വരുന്നത് അതെടുക്കാം. അങ്ങനെ PhDക്ക് ഈ മകൾ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയാണ് മരിയൻ ഉടമ്പടിയുടെ യഥാർത്ഥ ഫീച്ചേഴ്സ് വെളിപ്പെടുന്ന വലിയൊരു സംഭവം നടക്കുന്നത്. ഇങ്ങനെ PhD അഡ്മിഷന് വേണ്ടി IIT ബോംബെയിൽ ചെല്ലുമ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, തലേന്ന് പോലെ ഈ മകൾ സിക്കായിട്ട് സൗണ്ടൊക്കെ അടഞ്ഞുപോയി. അങ്ങനെ ഈ മകൾ അവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ എക്സാമിന് അഭിമുഖീകരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ ഈ മകളോട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിൻ്റെ ചാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ബോർഡിൽ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ആ മകൾ പറയുന്നുണ്ട്, എനിക്കതിനെപ്പറ്റിയൊരു ഡെഫിനിഷൻ മാത്രം അറിയാം, അവർ പറഞ്ഞ രീതിയിൽ ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എൻ്റെ അടുത്ത് കുറേ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ ബോർഡിനകത്ത് ചോക്കും പിടിച്ച് സ്റ്റക്കായി നിൽക്കാം. ഞാൻ ആ സമയത്ത് കാശുരൂപം പിടിച്ച് ഞാൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ മാതാവി എനിക്ക് ഇവിടുന്ന് നാണം കെട്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. അതായത് എന്നെ കളിയാക്കിയിട്ട് ഇവരെന്നെ ഇവിടുന്ന് വിടരുത്. എന്തെങ്കിലും പറഞ്ഞാൽ മതി, സെലക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് വിടണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അതവൾക്ക് പറയാൻ മെറിറ്റുണ്ട്. ഇന്ന് അവൾ വൃത്തിയായിട്ട് ഉടമ്പടി ചെയ്യുന്നൊരു മകളാണ്. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു, എന്നെ നാണം കെടുത്തരുതെന്ന് പറഞ്ഞു. ആ ഉടമ്പടി കാശുരൂപം ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മകള് പറഞ്ഞപ്പോൾ ദൈവം ലൂക്ക 1:35, അതായത് പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നല്ലോ, ലൂക്ക 1:34. അതിൻ്റെ മറുപടി വചനം ഇതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതെ, ആ മകൾ പിടിച്ചിരിക്കുന്ന ആ ചോക്കിലേക്ക് ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു. എന്താണ് സംഭവിച്ചത്? തുടർന്നുള്ള മിനിറ്റുകളെല്ലാം അത്ഭുതമാണ് നടക്കുന്നത്. ഈ മകൾ അറിയാത്ത കാര്യങ്ങളെല്ലാം ഡയഗ്രമാറ്റിക് ചാർട്ടിലൂടെ ആ ബോർഡിൽ പ്രസൻറ്റ് ചെയ്യും. ഈ മകൾ സെലക്ട് ചെയ്യപ്പെടും. ഈ മകൾ പറയുന്നുണ്ട്, ആ പാനലിൽ മാതാവിൻ്റെ ഒരു അടയാളം ഞാൻ ചോദിച്ചിരുന്നു. അവിടെ ഗ്രേ കളർ ഷർട്ട് ഇട്ട ഒരാളുണ്ട്. അയാളുടെ ടീമിലേക്കാണ്, അയാളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അതെ, ദൈവം വൻ കാര്യങ്ങളായിരുന്നു ഈ മകൾക്ക് ഉടമ്പടിയിലൂടെ കരുതി വച്ചിരുന്നത്. ഒന്ന്, ദൈവസ്നേഹത്തോടെ ഉടമ്പടിയിലെ വിഷയങ്ങൾ മാറ്റിവെച്ച്, അതുമല്ലെങ്കിൽ നിയോഗങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്, ദൈവസ്നേഹ പ്രവൃത്തികൾക്ക് എന്ന് ഈ മകൾ പ്രാധാന്യം കൊടുത്ത് മുന്നേറാൻ തുടങ്ങിയോ
അന്നു മുതൽ ഈ മകളുടെ വിഷയങ്ങൾ ദൈവപിതാവ് ഏറ്റെടുക്കുകയായിരുന്നു. അതെ, ഈ മകളുടെ നൊമ്പരങ്ങൾ അത് ദൈവത്തിൻ്റെ നൊമ്പരമായി മാറി. ഇത് ഞാൻ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഈ മകൾ പറയുന്നുണ്ട്, MSc കെമിസ്ട്രി ഞാൻ ചെയ്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അന്ന് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എനിക്ക് IIT പോലുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ, അതായത് ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് MSc കെമിസ്ട്രി ചെയ്യണമെന്ന്. പക്ഷേ അന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷേ എൻ്റെ ആ ഒരു നൊമ്പരം ദൈവപിതാവ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് PhDക്ക് IIT ബോംബെയിൽ അഡ്മിഷൻ തന്നു. ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഒരുപാട് മക്കളാണ് ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉപയോഗിക്കാതെ വിദേശത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവ കൃപയിൽ, അതുമല്ലെങ്കിൽ ആ ഒരു വലിയ ദൈവിക തണലിൽ വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ദൈവിക സന്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവത്തോട് ഒന്ന് കൂടി ആലോചന ചെയ്യുമ്പോൾ ഈ നാട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് നിൽക്കണമെന്ന് മെസ്സേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ യങ്സ്റ്റേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. അവർ തേടണം. ഇന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ IIM ഒക്കെ പഠിച്ച് മാനേജ്മെൻറ്റ് പഠിച്ച കുഞ്ഞുങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 3 lakh മുതലാണ് പെർ മന്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ യുവജനത ഇതിനെപ്പറ്റിയൊന്നും അറിവില്ലായ്മ മൂലം ഒരുപാട് മക്കളാണ് ഇല്ലാത്ത കാശ് മുടക്കി അവരുടെ ജീവിതവും ജീവനും ഒക്കെ പണയപ്പെടുത്തി വിദേശങ്ങളിൽ ഒന്നും എത്താതെ ഇങ്ങനെ വലയുന്നത്. അപ്പോൾ ആ മക്കളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു സാക്ഷ്യമാണത്. കാരണം നമ്മുടെ നാടുകളിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദൈവഹിതമാണെന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് അങ്ങനെ വെളിപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിദേശ യാത്രയൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഗ്രാബ് ചെയ്യണം. അതെൻ്റെ ഒരു അഡ്വൈസാണ്. അപ്പോൾ ഈ മകളുടെ പ്രത്യേകത അത് തന്നെയാണ്, ഏഞ്ചൽ താരയുടെ. അങ്ങനെ ആ മകളുടെ കരിയർ ദൈവപിതാവ് ഉടമ്പടിയിലൂടെ ഉറപ്പിച്ചു. മകൾ പറയുന്നുണ്ട്, 1 വർഷം മുമ്പ് കണ്ണുനീരോട് കൂടിയിട്ട് ഒരു തകർന്ന അവസ്ഥയിലാണ് ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വന്നിരുന്നതെങ്കിൽ ഇന്ന് എന്നെ ദൈവമാതാവും ദൈവപിതാവും ഒരു കരയിലെത്തിച്ച ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ മൈക്കെടുത്ത് സാക്ഷ്യം പറയുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു, 1/2 മണിക്കൂർ കുറയാത്ത ഒരു സാക്ഷ്യം എനിക്ക് ഈ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വന്ന് പറയണം. അത് ഇന്ന് എനിക്ക് സാധിച്ചു. അതെ, ഈ ഏഞ്ചൽ താര നമ്മളോടും ഏറെ പ്രത്യേകമായിട്ട് കരിയറിൽ ഇനി എങ്ങോട്ട് എന്ന് പകച്ചു നിൽക്കുന്ന മക്കൾ ഒന്ന് ഏഞ്ചൽ താരയുടെ സാക്ഷ്യം കേൾക്കുന്നത് നല്ലതാണ്. ഈ മകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒത്തിരി കൂടുതലാണ്. ഈ മകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മാറ്റം വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ക്യൂ പാലിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊരു കാര്യമാണ് ക്യൂ നിൽക്കുക എന്നുള്ളത്. ഞാൻ അതിൻ്റെ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, എപ്പോഴും കയ്യിൽ ഈ ജപമാല ഉണ്ടാവും. ജപമാല കയ്യിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈശോ എന്നും എപ്പോഴും നന്മ നിറഞ്ഞ മറിയം മാത്രം ചെല്ലും. ജപമാല കയ്യിൽ വെച്ച് ക്യൂവിൽ ഈ നന്മ നിറഞ്ഞവർ, അത് മനസ്സിലല്ല ചുണ്ടനക്കെയാണ് ഞാൻ ചെല്ലുക. അപ്പോൾ ആരും എന്നോട് സംസാരിക്കാനൊന്നും വരില്ല, ഞാൻ എന്തോ ചെയ്യാമെന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടുപിടിച്ചു ഞാൻ കൊന്തെത്തിക്കുകയാണെന്നുള്ള കാര്യം. പിന്നീട് അവരും അത് തുടങ്ങി, ക്യൂവിൽ നിൽക്കുമ്പോൾ അവരും എൻ്റെ പോലെ തന്നെ കൊന്തെത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഈ മകള് തന്നെ പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു വചനമുണ്ട്. ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന ഒരു സമയത്ത്, ഈ മകള് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു സമയത്ത് ദൈവപിതാവ് ഈ മകൾക്കൊരു വചനം കൊടുക്കും. 128 സങ്കീർത്തനം. അതെ, ആ സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവഭക്തന് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ്. അതെ, കർത്താവിൻ്റെ വചനം കേട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് 128 സങ്കീർത്തനം 1ഉം 2ഉം തിരുവചനങ്ങൾ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. അതെ, അനിയൻ ഇതേപോലെ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് ഒരു നന്മയില്ലല്ലോ എന്ന് ഈ ചേച്ചിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ചേച്ചി പറയുന്നുണ്ട്, അത് തെറ്റാണ് അങ്ങനെ പറയുന്നത്. അതെ, ഈ മകൾ ദൈവത്തെ ഭയപ്പെടുന്നു. ഗേറ്റ് എക്സാമിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പിട്ടിട്ടേ എക്സാമിന് കയറുകയുള്ളൂ എന്ന് ഈ മകൾ പറയുമ്പോൾ
അനിയൻ പറയുന്നുണ്ട് ക്യാമറ പിടിച്ച എക്സാം അടക്കം ക്യാൻസലാവും. അപ്പോഴും മകൾ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി ഉൾപ്പെട്ടിട്ടേ കയറത്തുള്ളൂ, കാരണം ഈ മകളുടെ മെറിറ്റ് 0 ആണെന്ന് ഈ മകൾക്കറിയാം. അങ്ങനെയാണ് മകൾക്ക് ഗേറ്റിന് എക്സാമിന് 200 above 251 റാങ്ക് ഈ മകൾക്ക് കിട്ടുന്നത്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം പ്രഭാഷകൻ്റെ തിരുവചനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉടമ്പടി എടുത്ത എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വചനമാണ്. ഒടുവിലാണ് ഞാൻ ഉണർന്നത് എന്നുള്ള പ്രഭാഷകൻ്റെ 33-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങൾ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപ്പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി, എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. അവസാനമായിട്ട് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിക്കുന്ന ഒരു വചനമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-14 തിരുവചനം. അവിടെ ലിദിയായ്ക്ക് സംഭവിക്കുന്ന വലിയ മാനസാന്തരത്തെ പറ്റിയാണ് സുവിശേഷകനായ ലൂക്ക രേഖപ്പെടുത്തി വയ്ക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-14. അവിടെ ലൂക്കാ സുവിശേഷകൻ എഴുതി വയ്ക്കുന്ന ഒരു കാര്യം പ്രകാരമാണ്, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ അത് ശ്രവിക്കുവാൻ ലിദിയയുടെ ഹൃദയത്തെ ദൈവം ഒരുക്കി എന്നുള്ളത്. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അതെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മിറക്കിൾ സംഭവിക്കുന്നതിന് മുമ്പ് ഈ വചനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ഒരു വ്യക്തിയുടെ ഹൃദയം തുറക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. ഈ ഏഞ്ചൽ താരയുടെ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ജീവിതത്തിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സ്വരത്തോട് കാതോർത്തുകൊണ്ട് വചനം സ്വീകരിക്കുവാൻ ഈ മകൾക്ക് ദൈവം വലിയ ഒരു അഭിഷേകം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ മകൾക്ക് സാക്ഷ്യപീഠത്തിലേക്ക് ഉയരാൻ സാധിച്ചത്. ഈ മരിയനുടമ്പടി എടുത്തിരിക്കുന്ന നമ്മളും ഇതേപോലെ ഈ പകച്ചു നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ നമ്മൾ പഠിക്കണം. അതെ, സാമുവേലിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അല്ലേ, വാഗ്ദാന പേടകത്തിനരികിൽ ഈ ഹേലിയുടെ കൂടെ ഇങ്ങനെ താമസിക്കുമ്പോൾ 2 പ്രാവശ്യവും ദൈവമായ കർത്താവ് ഈ സാമുവേലിനെ വിളിക്കുമ്പോൾ സാമുവേലിന് അത് ശ്രവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതായത് അതുവരെ കർത്താവിൻ്റെ സ്വരം അവന് വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല എന്ന്. 1 സാമുവേൽ 3:7. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിഞ്ഞില്ല, കാരണം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. അതെ, നമ്മൾ ലിദിയായുടെ കാര്യം കേട്ടത് ഇപ്രകാരമാണ്. ആ വചനം സ്വീകരിക്കുവാൻ അവളുടെ ഹൃദയം ദൈവം തുറന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ വചനം ശ്രവിക്കുമ്പോഴുള്ള ഈ ഒരു ശ്രവണാഭിഷേകം. അതെ, കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു സന്ദേശം തരുമ്പോൾ അത് സ്വീകരിക്കുവാൻ നമ്മുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യപ്പെടണം. അതായത് എങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 3ാമതും ഈ സാമുവേലിനെ വിളിക്കുമ്പോഴാണ് ഏലി പറയുന്നത്, ഇനി വിളിച്ചാൽ അത് കർത്താവാണ്, ഇതാ ഞാൻ ശ്രവിച്ചാലും എന്ന് പറയണം. അങ്ങനെയാണ് ആ സന്ദേശം ഈ സാമുവേൽ സ്വീകരിക്കുന്നത്. അതെ, മരിയനുടമ്പടി എടുത്തിരിക്കുന്ന മക്കൾ സ്വാംശീകരിക്കേണ്ട വലിയൊരു ആത്മാവിൻ്റെ കൃപയാണിത്. അതെ, വചനം ശ്രവിക്കുന്ന മാത്രമേ അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ. അപ്പോഴാണ് മാനസാന്തരത്തിൻ്റെ വലിയ ഫലങ്ങളുണ്ടാകുന്നത്. നമ്മളൊക്കെ എളിമപ്പെടുത്താനായിട്ട് കർത്താവ് ഒരുപാട് അവസരങ്ങളൊക്കെ ഒരുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അത് വൻ പദ്ധതികളാണ് നിങ്ങളെപ്പറ്റി ദൈവം സ്വപ്നം കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയ തകർച്ച. ഈ മകളുടെ സാക്ഷ്യം ആരംഭിക്കുന്ന പ്രകാരമാണ്. അതെ, MSc കെമിസ്ട്രിയിൽ ഈ തീസിസ് സബ്മിഷനുമായിട്ട് അതിൻ്റെ പേപ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ഒരുപാട് സ്ട്രഗിൾസ് ഈ മകൾ നേരിടുന്ന സമയത്താണ് ഈ മകൾ ഓടിപ്പോയി കുമ്പസാരക്കൂടിൽ അണയുന്നതും ഒരു ദൈവിക സന്ദേശത്തിനായി കാതോർത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുന്നു. അപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. എന്താണ് സംസാരിക്കുന്നത്? നീ ഉടമ്പടിയിലേക്ക് വരാൻ. പിന്നീട് ഈ മകളോട് ദൈവപിതാവ് പറയും, അതെ, നീ ഗേറ്റ് നെറ്റ് എക്സാംസ് എഴുതണം. ഈ പറയുന്നത് പോലെ തന്നെയാണ് ഈ മകള് ഓരോ സന്ദർഭത്തിലും മൂവ് ചെയ്യുന്നത്. അതെ, കർത്താവിൻ്റെ സ്വരം അത്
കേൾക്കുമ്പോൾ അത് വെളിപ്പെട്ട് കിട്ടാൻ, വചനം കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, സ്വാംശീകരിക്കുവാൻ നമുക്ക് വലിയ അഭിഷേകം ചോദിച്ചു വാങ്ങണം. അതല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ ധ്യാനങ്ങളും ഇങ്ങനെ നമ്മൾ പറയില്ലേ, കേൾക്കപ്പെടാത്തൊരു വാക്കില്ല എന്ന് പറയും പോലെ അവരുടെ സ്വരം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തും. പക്ഷേ കേൾക്കുന്ന നമ്മളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും വലുത് എന്ന് പറയുന്നത് വചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കണം. കർത്താവിൻ്റെ സ്വരം കേൾക്കുവാൻ നമ്മുടെ ആന്തരിക കർണപുടങ്ങളെ ദൈവം അഭിഷേകം ചെയ്യണം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഏഞ്ചൽ താരയുടെ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കരിയർ തകർന്നിരിക്കുന്ന മക്കള്, ഒപ്പം തന്നെ കരിയറിൽ ഒരു മുന്നോട്ടുള്ള വഴി എന്ത് എന്ന് പകച്ചു നിൽക്കുന്ന മക്കള് ചെയ്യേണ്ട ഒരു കാര്യം ഏഞ്ചൽ താരയുടെ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് പഠിപ്പിക്കുകയായിരുന്നു. അതെ, ഉടമ്പടി വെറുതെ എടുക്കാതെ ഞാൻ സാക്ഷ്യം പറയും എന്നുള്ള തീരുമാനത്തോടു കൂടിയിട്ട് നിയോഗങ്ങളെ, വിഷയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവവേലയിൽ നമ്മൾ മുഴുകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വച്ചിരിക്കുന്ന വിഷയങ്ങൾ, നിയോഗങ്ങൾ ദൈവത്തിൻ്റെയും കൂടി വിഷയങ്ങളായി ദൈവം തന്നെ അത് ഏറ്റെടുക്കും. അതെ, ഏഞ്ചൽ താര ചോക്ക് പിടിച്ചപ്പോൾ ആ മകളുടെ കൈ പിടിച്ചാണ് പരിശുദ്ധാത്മാവ് ആ മകളെ നയിച്ച് ആ ഡയഗ്രാംസ് ഒക്കെ ബോർഡിൽ വരപ്പിച്ച് ഉന്നത വിജയം നൽകിയത്. അതേ പരിശുദ്ധാത്മാവ് ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ആ ഒരു മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും എന്ന പറഞ്ഞ അതേ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയിൽ തിളങ്ങി വിളങ്ങിയ അതേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മരിയൻ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവം മുന്നേറുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയും കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദമ്പതികളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഒരു കാരണവുമില്ലാതെ തൻ്റേതായ സ്വാർത്ഥ മോഹങ്ങളിൽ മുഴുകി വീടുകളിലൊക്കെ ആയിരുന്ന് പിരിഞ്ഞു നിൽക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരിയറിനി എന്ത്, സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ഒരു ഉപദേശമൊന്നും കിട്ടാതെ തകർന്നിരിക്കുന്ന മക്കളെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള എപ്പിസോഡിലൂടെ പരിശുദ്ധ അമ്മ ആ മക്കൾക്ക് വഴികാട്ടിയായി സമുദ്രതാരകമായ നീ തന്നെ ആ മക്കൾക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് ഞങ്ങൾ പോകാത്തതിനാൽ പോകേണ്ട വഴി വാഗ്ദാന പേടകമായ ദൈവമാതാവേ നീ തന്നെ അവർക്ക് വഴി തെളിച്ചു കൊടുക്കണമേ, കാണിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമില്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.